മൂഡ് സ്വിങ് വരുന്ന പോലെയാണ്. ചോറ് കിട്ടിയില്ലെങ്കിലും മൂഡ് സ്വിങ് വന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് ചോറ് കിട്ടിയിട്ടില്ല. റൂമിന് ഡോർ ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പൊ ഞാൻ പറയും എനിക്കൊരു കർട്ടൻ ഇട്ട് തരുമോ ഡ്രസ്സ് മാറുന്നതിന് വേണ്ടിയിട്ടെന്ന് പറയുന്നത് എന്റെ പീരീഡ് സ്റ്റേജിന് ശേഷമാണ്. പിന്നെയാണ് എന്റെ റൂമിന് ഡോർ വരുന്നത്. കുറെ ആരൊക്കെയോ സിനിമയില് പാട്ട് ഡാൻസ് എന്നൊക്കെ പറഞ്ഞപ്പോ എവിടെയോ ആരോ ഇങ്ങനെ പറയുന്നിട്ട് എന്തിനാ ഡാൻസ് ചെയ്യണേ, റിയലിസ്റ്റിക് അല്ലേ, നമ്മൾ യഥാർത്ഥ സിനിമയിലോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ പ്രണയിക്കുമ്പോൾ ആരാ പാട്ട് പാടണേ, ആരാ ഡാൻസ് കളിക്കണേ, റിയലിസ്റ്റിക് ആവേണ്ടതെന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങ് വീട്ടിൽ ഇരുന്ന് റിയലിസ്റ്റിക് ആയി ജീവിച്ചാൽ പോരെ. വേറെ ഇൻഡസ്ട്രിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ചോദിക്കും നിങ്ങൾ എന്തിനാണ് അവിടെയുള്ള ആൾക്കാർ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് എന്തിനാ ഈ ഹാഫ് സാരി ഷോളൊക്കെ ഉടുപ്പിക്കണേ, ഇവിടെ ഇഷ്ടംപോലെ കുട്ടികൾ അത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്നുള്ള തോട്ട് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും അത് വേണ്ടാതെ. ചിലപ്പം സക്സസ് ക്യാൻ ബൈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അത് കുറച്ചും കൂടി ആപ്റ്റ് ആയിരിക്കും. എന്റെ ഇതിൽ എല്ലാവർക്കും അതൊന്നും അറിയില്ല, ചില ആൾക്കാർക്കും മണി തന്നെ ആയിരിക്കും. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടില്ല കേട്ടോ. അവരെന്തോ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്തായിക്കോട്ടെ, ഞാൻ അതിനകത്ത് റിലേറ്റഡ് ആണോ അതിന് മോശം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവരോട് തന്നെ ഞാൻ പറയും. നിങ്ങൾ ആരാണെന്ന് ഞാൻ നോക്കില്ല, ആരാണെങ്കിലും പ്രശ്നം എനിക്ക് പറയാനുള്ളത് പറയും. 11 മണിയാകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ഫുഡ് സെറ്റാവും, അത് തന്നെ ഉച്ചയ്ക്കിലും രാത്രി ഞാൻ സിനിമാ നടിയാണെന്ന് പറഞ്ഞാൽ അമ്മോറെ വെച്ച് കഴിച്ചോളാം. യു ഇൻ യു. ഇപ്പം ജൂലി, പിന്നെ വീട്ടിലെ വേറെ 2 കുഞ്ഞുങ്ങള്. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെയുള്ള വീഡിയോ നമ്മൾ എല്ലാ സമയത്തും കാണും. അപ്പം അത് ഒരു ലൈക്ക് ഒരു മദർ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ളിലുള്ളതാണോ അതോ കുട്ടികളിയുള്ള ഒരു അനുവിനെ എനിക്കറിയാം, ആ കുട്ടിക്കളിക്കാൻ ഉള്ള ആൾക്കാരാണോ അതോ ഒരു മദർ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടോ, അങ്ങനെ അമ്മയാവണം അങ്ങനെ തോന്നി? അമ്മയാവണം എന്നുള്ള ഫീല് ഇപ്പൊ ചിലപ്പം അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവത്തില്ലായിരിക്കാം, അതുകൊണ്ട് അറിയില്ല. മുന്നേ എന്റെ ഏറ്റവും ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്, നീ മറ്റേ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അഭിനയിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കണ പോലെ ഞാൻ ഒരു പക്ഷേ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത് ഞാൻ എന്റെ കല്യാണമായിരിക്കും. കാരണം ആ സമയത്തൊക്കെ ഞങ്ങളുടെ അവിടെ ഒരു 10-23 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ അങ്ങേറ്റം പോയ 3rd ഇയർ പിന്നെ ഇല്ല, ജീവിതം ഇല്ല. പിന്നെ മറ്റേ കല്യാണം, കുട്ടികൾ, ഈ പരിപാടിയാണ്. അപ്പം ഒരു പക്ഷെ കണ്ണാടിയിൽ നിന്ന് അഭിനയിച്ച് നോക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ സിനിമാ നടി എന്നുള്ള വിഷ്വലൈസേഷനെക്കാട്ടിലും കൂടുതൽ എന്റെ കല്യാണം എങ്ങനെയെന്നുള്ളതും അയ്യോ കുട്ടി ഉണ്ടാവുന്നു, പ്രഗ്നന്റ് ആവുന്നു, ഈ ഒരു സാധനമൊക്കെയാണ് ആ സമയത്ത് ഭയങ്കരമായിട്ട് അടിപൊളിയായിരിക്കും എന്നുള്ളൊരു സംഭവത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പം അന്ന് മുതലേ എനിക്ക് ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീട് എൻ്റെ കസിൻസ് ഒക്കെ പ്രഗ്നന്റ് ആയപ്പോഴൊക്കെ എൻ്റെ അച്ഛൻ്റെ ബ്രദറിൻ്റെ മകള് എൻ്റെ ഏജ് തന്നെ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് വളർന്നു. അവള് കല്യാണം കഴിച്ചിട്ട് അവളുടെ ആദ്യത്തെ പ്രഗ്നൻസിന്റെ ടൈമിൽ അവളുടെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് കാസർഗോഡാണ്. അപ്പം അത്രയും ട്രാവൽ ചെയ്യാൻ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം അവളുടെ പ്രഗ്നന്റ് ആയിട്ട് കുറച്ച് നാളിന് ശേഷം നമ്മുടെ വീട്ടിലായിരുന്നു. അപ്പൊ ആ പ്രോസസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 5-6 മാസം മുതൽ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിന്റെ 28 കഴിഞ്ഞിട്ട് 28ഒക്കെ ഞങ്ങളുടെ അവിടെയായിരുന്നു. അപ്പൊ അതും കഴിഞ്ഞിട്ട് അവള് പോയിട്ടുള്ളപ്പം ആ പ്രോസസ് എല്ലാം ഞാനിങ്ങനെ കണ്ട് എങ്ങനെയാ വയറൊക്കെ എന്നൊക്കെ ഉള്ളതെല്ലാം ഞാനിപ്പം റീൽസിലൊക്കെ എല്ലാവരും കാണിക്കാറുണ്ടല്ലോ, വയറിങ്ങനെ വലുതായി അങ്ങനെ. അന്നൊന്നും അത്ര ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞാനിതെല്ലാം കണ്ടിട്ട് ഇതെങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഇതെല്ലാം. ഇങ്ങനെയാണല്ലോ, അപ്പൊ നിനക്ക് എന്താ തോന്നുക, ഫേസ് വലുതാവുന്നു, മൂക്ക് വളരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആ സമയത്തൊക്കെ ആണെങ്കിലും ഒരു 3-4-5 വർഷം മുന്നേ ഒക്കെയുള്ള സമയത്താണെങ്കിലും ഞാനും ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു തോട്ട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എനിക്കിത് നോക്കണം. ഇവരിങ്ങനെ പറയും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആ സമയത്ത് ഒട്ടും ഇഷ്ടമാവില്ല എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ ഓർക്കും അയ്യോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മുട്ടയും മീനും ആണല്ലോ, അപ്പൊ ആ സമയത്ത് എനിക്ക് മുട്ടയും മീനും പറ്റത്തില്ലായിരിക്കും എന്നൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു. പക്ഷെ 5-6 വർഷമായിട്ട് ആ സംഭവം ഒന്നും വർക്കിംഗ് അല്ല. പക്ഷെ ആദ്യം ഉണ്ടായപ്പോ ഭയങ്കര അമ്മ ഫീലായിരുന്നു. ആദ്യത്തെ അമ്മ ഫീല് ജൂലി വന്നപ്പോഴാട്ടോ. ജൂലി 35 ദിവസം ആയപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ മറ്റേ ടവലെടുത്ത് നടക്കുമ്പോ അമ്മ ചോദിക്കും ഇത് എന്താണിത്, കുഞ്ഞിനെ നോക്കുന്ന പോലെയാണോ എൻ്റെ കൂടെ കട്ടിലേക്ക് കിടത്തുക, മറ്റേ ബേബി ടവല്, ഈ പരിപാടികളായിരുന്നു ഫുള്ള്. മറ്റേ നിപ്പിളിനകത്ത് പാല് കൊടുക്കുക, പാലിനകത്ത് മറ്റേ ഫുഡിട്ട് കുതിർത്ത് വായി വെച്ച് കൊടുക്കുക, ഈ പരിപാടി തന്നെയായിരുന്നു. കുളിപ്പിക്കുക, ഇതൊക്കെ തന്നെയാണല്ലോ കുഞ്ഞ്. അപ്പൊ ആദ്യത്തെ ബേബി ജൂലി ആയിരിക്കും. അത് കഴിഞ്ഞ് ആദ്യം വന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് അതിനെ ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷെ അത് ഞാൻ എവിടെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ആദ്യത്തെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. കാരണം ആ ഒരു ഫീൽഡ് തന്നെയാണ് ഉള്ളത്. നാരായണന്റെ അടുത്തായിരിക്കും ചിലപ്പോൾ മേ ബി കുട്ടികളി ചിലപ്പോൾ കൂടുന്നത്. കാരണം ആദ്യത്തെ ഫീൽ ഞാനത് എന്താന്നുള്ളത് അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കുട്ടിക്കളി സാധനങ്ങള് നാരായണി. കാരണം ഒരു വട്ടം ഞാനത് മൊത്തം കണ്ടല്ലോ, ആദ്യമാണല്ലോ എൻ്റെ ആദ്യത്തെ കുഞ്ഞ്. നാരായണി സെക്കൻഡറി അല്ലേ. അപ്പൊ അവൾക്ക് എനിക്ക് തോന്നുന്നു എനിക്കിങ്ങനെ പെൺകുട്ടി വേണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ആദ്യത്തേതാണെങ്കിലും ഞാൻ പറയും
പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസവം നിർത്തുവോ എന്താച്ചു ചെയ്തോ. കൊച്ചാണെങ്കിൽ സോറി, രണ്ടാമത് ഡെലിവറി ആവുന്നതും ആണാണെങ്കിൽ രുക്കു പ്ലീസ് ഒന്നും കൂടി ട്രൈ ചെയ്യണം എനിക്ക് വേണ്ടി. മേ ബി രുക്കു പ്രാർത്ഥിച്ചിട്ടുണ്ടാവും രണ്ടാമത്തത് ഈശ്വര പെൺകുട്ടി ആവണേ എന്നുള്ളത്. അപ്പൊ ഞാൻ പറയായിരുന്നു പെൺകുട്ടിയാണെങ്കിൽ നാരായണി എന്നുള്ള പേര് മസ്റ്റാന്ന് ഞാൻ പറയായിരുന്നു. അപ്പൊ ഞാൻ ഏതോ കാലത്ത് പറയുമായിരുന്നു എൻ്റെ കുട്ടിക്ക് അഭിരാമി എന്ന് പേര് വേണം, സീസണാ മാറും ഇങ്ങനെ, നാരായണി എന്ന് പേര് വേണം. അപ്പൊ കുറെ ഈ സമയമായപ്പോഴത്തേക്ക് എനിക്ക് നാരായണിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒഫീഷ്യലി വേറെ എന്ത് വേണമെങ്കിലും ഇട്ടോ, എനിക്ക് പക്ഷെ നാരായണി മസ്റ്റാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ വിളിക്കുന്നത് അവളെ ഇപ്പം നാരായണി എന്നാണ്. അപ്പൊ എന്റെ ആഗ്രഹങ്ങള് രുക്കു വഴി ഞാൻ പ്രാർത്ഥിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഒരു 7-8 ഓംലെറ്റ് വരെ കഴിക്കാൻ പറ്റുന്ന, ചോറ് ഒരു ദിവസവും മുടക്കാൻ പറ്റാത്ത, അതെ, ജീൻസ് ഇട്ടാലും അതിന്റെ കൂടെ നല്ല ചൊന്ന കുറിയിടുന്ന ഒരു അനുവിനെയാണ് എനിക്കറിയാം. അതെ. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പൊ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഓംലെറ്റിന്റെ കാര്യത്തിൽ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. 7-8 ഇപ്പൊ കഴിക്കുമെന്ന് അറിയില്ല. ചിലപ്പോ പോയിരിക്കും, ഓംലെറ്റ് പോയിരിക്കും. ചോറ് ഒരാഴ്ച വരെയൊക്കെ മാനേജ് ചെയ്യാൻ ആലോചിക്കണം. 10-13 വർഷം കൊണ്ട് ഞാൻ ഇപ്പോഴും ഒരാഴ്ച വരെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് മാനസിക പ്രശ്നം വരും, എന്റെ സ്വഭാവം മാറും, ദേഷ്യം വരും, മറ്റേ മൂഡ് സ്വിങ് വരുന്ന പോലെയാണ്. ചോറ് കിട്ടിയില്ലെങ്കിൽ മൂഡ് സ്വിങ് വന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് ചോറ് കിട്ടിയിട്ടില്ല, ഈ സംഭവമാണ് എനിക്ക്. ഒരാഴ്ച വരെയൊക്കെ കാരണം ചോദിക്കുമ്പോൾ ആൾക്കാർ PMS ഒക്കെ പറഞ്ഞത് എനിക്ക് ചോറ് കിട്ടിയിട്ടില്ല. PMS പ്രശ്നമൊന്നും എനിക്ക് ചോറ് വേണം, മസ്റ്റാണ്. ഞാൻ US ഒരു ഷോയ്ക്ക് പോയപ്പോഴും അവിടെ ഇങ്ങനെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടും ചോറ് ഇല്ല. അവിടെ ഈ വീടുകളിലൊക്കെ നമ്മളെ കൊണ്ടുപോയാലും അവര് ഫ്രൈഡ് റൈസാ തരാ, എനിക്കതുപോലല്ലോ ഇവിടുത്തെ വേണം. അപ്പൊ ഞാനൊരു സ്പോൺസറിന്റെ ഒരു വീട്ടിൽ ചോദിച്ചു, എനിക്ക് അടുത്ത ദിവസം കുറച്ച് ചോറ്. അപ്പൊ അവര് വെച്ച് കറി എന്താ വേണ്ടി, കറി എന്തോ ആയിക്കോട്ടെ, ചോറും ചമ്മന്തിയും തന്നാ മതി എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് അവര് കൊണ്ടു തന്നു എനിക്ക്. അതെന്തോ മാറ്റാൻ പറ്റുന്നില്ല. എപ്പോഴും ആൾക്കാർ ചോദിക്കും എന്നോട്, എന്താ വണ്ണം വെക്കാത്ത, ചോറ് കഴിക്കാറില്ലല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറയും 3 നേരം. ഇപ്പൊ രാവിലെ അങ്ങനെ കഴിക്കലില്ല, ചിലപ്പോ രാത്രിയും കഴിക്കാറില്ല. അത് ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല, രാത്രി അത്രയും ഹെവി ആയിട്ട് എടുത്ത് കഴിച്ചിട്ട് ഈ 8 മണിക്ക് കഴിച്ചു 2 മണിക്കൂർ നമ്മൾ കഴിഞ്ഞ് ഉറങ്ങാൻ പാടുള്ളൂ, നടക്കില്ല. കമൂഞ്ചേരി വീട്ടിൽ 10-10 കിടക്കുമെങ്കിൽ 10 മണിക്ക് ഞങ്ങൾ കഴിക്കും. അച്ഛൻ 12 മണിക്ക് കഴിക്കും. ഈ 8 മണിക്ക് കഴിക്കലൊന്നും നടപടിയാവില്ല. പിന്നെ ചില ആൾക്കാര് ഉച്ചക്ക് മാത്രമേ ചോറ് വെക്കുള്ളൂ, ഡിന്നറിന് വേറെ കുക്ക് ചെയ്യും. ഒരുമില്ല, 11 മണിയാകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ഫുഡ് സെറ്റ് ആവും. അത് തന്നെ ഉച്ചയ്ക്കും രാത്രി. ഞാൻ സിനിമാ നടിയാണെന്ന് പറഞ്ഞാൽ അമ്മോറെ വെച്ച് കഴിച്ചോളാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആദിക്ക് മറ്റേ നഴ്സറിന്ന് ഒരു അമൃതം പൊടി എന്ന് പറഞ്ഞൊരു കുറുക്ക് കിട്ടും. അത് ഞാനിങ്ങനെ കുറുക്കി കുടിക്കും രാത്രി കിടന്നുറങ്ങാൻ. നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റാണ്. ഇത് ജീൻസിന്റെ കൂടെ കുറിയിടുന്ന അത് മാറി, ജീൻസ് അറിയില്ല. പക്ഷെ ഇന്ന് ഞാൻ പിങ്കിനോട് ചോദിച്ചത് ഇട്ടപ്പാ, ഞാനൊരു ചുമന്ന കുറി ഇടണോ എന്ന് ഞാൻ ചോദിച്ചാൽ 2 ദിവസം മുമ്പ് മൂകാംബികന്ന് വന്നേ ഉള്ളൂ. അപ്പൊ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ അമ്പലത്തിന്റെ ഇതായതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല. ഞാൻ ഒരു ചുമന്ന കുറി ഇവിടെ ഇങ്ങനെ ഇടട്ടെ. അപ്പൊ പിങ്കി വേണ്ട വെച്ചേന്ന് പറഞ്ഞ അവളുടെ വാക്യമേൽ ഇറങ്ങി വന്നതാണ് ഞാൻ, ഇല്ലെങ്കിൽ ഉണ്ടായാനേ. വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. ചന്ദനം മേ ബി ഇടില്ലായിരിക്കും, എന്നാലും ജെയിംസിന്റെ കൂടെ കുങ്കുമം തൊടല് ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ കാണുമ്പോഴുള്ള മാറ്റമേ ഉള്ളൂ, അല്ലാതെ അനുശ്രീക്ക് വലിയ മാറ്റങ്ങളൊന്നും. പക്ഷെ നമ്മുടെ സമയത്തല്ലേ എൻ്റെ അമ്മോ ഏലസ് കിട്ടിയ സ്വർണ്ണമാല. അന്ന് വിജിത്തേട്ടനാണോ വേറൊരു ക്യാമറ വേറെ ആൾക്കാർ എന്നെയും കൊണ്ട് എന്തോ ഒരു ബൈറ്റ് എടുക്കാൻ നേരം എൻ്റെ അടുത്ത് മാല ഊരാൻ പറഞ്ഞിട്ടേ എന്നെ കൊല്ലുന്നതിന് തുല്യ. അത് എന്ത് ഏലസ് മാറ്റാൻ പറയും, എന്തായി പറയണേന്നുള്ള അവസ്ഥയായിരുന്നു. ഏലസ് ഊരിട്ട് എനിക്ക് എന്തൊരു സങ്കടമായിരുന്നെന്ന് അറിയോ. ഞങ്ങളുടെ ഇതില് ഏലസ് നമ്മൾ അങ്ങനെ ഊരില്ല. പിന്നെ ഏലസ് ഊരിക്കഴിഞ്ഞാ പിന്നെ ചുമ്മാ ഏതെങ്കിലും സമയത്ത് അതെടുത്ത് കെട്ടാൻ പാടില്ല. അപ്പൊ ഞാൻ എന്റെ ഈശ്വര, ഇനി ഏലസ് ഊരിയിട്ട് ഇനി വീട്ടിലെങ്ങനെ ഞാൻ ഏലസ് ഊരി എന്ന് പറഞ്ഞ് നീ സിനിമയിൽ അഭിനയിക്കേണ്ട തിരിച്ചു വരാൻ പറയും. അന്നൊക്കെ എന്നെ കൊല്ലുന്നതിന് തുല്യാണ്. ആദ്യമായിട്ട് ഞാൻ 3/4 ഇടുന്നത് നമ്മുടെ ഷോന്റെ അന്നത്തെ ഏതോ എല്ലാവരുടെയും ഡ്രസ്സ് മാറി മാറി ഇടുമായിരുന്നു. ഞാൻ അവിടെ വരുന്നത് മറ്റേ ചുരിദാറും കൊണ്ടാണല്ലോ. ഞാൻ വരുമ്പോ എല്ലാരും വൻ സെറ്റപ്പ്. എന്നിട്ട് സ്വാസികേന്റെ അമ്മയൊക്കെ പുറത്ത് ഷോപ്പിങ്ങിന് പോയപ്പം ഞാൻ എന്റെ സൈസ് എന്തോ പറഞ്ഞു കൊടുത്തിട്ട് ജീൻസും ഇത് എടുത്തിട്ട് വരുമോന്ന് ചോദിച്ചു. ഗിരിജാൻറ്റി പക്ഷെ എന്നാലും ജീൻസും ടോപ്പ് ക്രോപ്പ് ടോപ്പ് ഏലസ് വിട്ടിട്ടില്ല. ഇപ്പൊ ലൈഫിലെടുത്ത ഏറ്റവും മികച്ച തീരുമാനം ഇതാണ് എന്ന് പറയാൻ എന്താ? അയ്യോ, അത് ഞാൻ എന്റെ ഈ പ്രൊഫഷൻ തെരഞ്ഞെടുത്തതായിരിക്കും. കാരണം അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ഇത്ര ഫ്രീ ആയിട്ട് ഇത്ര ഹാപ്പി ആയിട്ട് എൻ്റെ പേരൻസിനെ മാത്രം നോക്കുക, എൻ്റെ ഫാമിലിനെ മാത്രം ഞാൻ നോക്കിയാൽ മതി. എനിക്ക് വേറെ ബാധ്യതകളോ ഞാൻ വേറെ ആരെയും വേറെ ആരുടെ അഭിപ്രായം കേൾക്കൽ പരിപാടികളൊന്നും എനിക്ക്
ഞാൻ കേൾക്കാറുമില്ല. എൻ്റെ പേരൻസിനെ മാത്രമേ ഞാൻ, എൻ്റെ ചേട്ടനെ അല്ലെങ്കിൽ ബ്രദറിനെ മാത്രമേ ഞാൻ കേൾക്കലുള്ളൂ. അപ്പം അതൊക്കെ മേ ബി ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റിയത് കൊണ്ടായിരിക്കാം. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന എല്ലാ ആൾക്കാർക്കും മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്നും എനിക്കറിയില്ല. ഈ പ്രൊഫഷനിൽ വന്നതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ രീതികൾ നമ്മളായിട്ട് ചൂസ് ചെയ്ത് നമ്മളായിട്ട് പഠിച്ചെടുത്ത കുറേ കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് എൻ്റെ വീട്ടുകാരെ മാത്രം ഫോളോ ചെയ്യാന്നുള്ളൊരു കാര്യം എനിക്ക് പറ്റി. അതില്ലായിരുന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ ഡിഗ്രിക്ക് പോയേനെ, ഞാൻ കല്യാണം കഴിച്ചേനെ, കുട്ടികളെ സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി വിട്ട് ടിഫിനൊക്കെ കൊടുത്ത് രുക്കു ചെയ്യുന്ന പോലെ ഞാൻ നിന്നേനെ. ഞാൻ ചിലപ്പോൾ രുക്കു ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ആലോചിക്കും, എങ്ങനെയാ രുക്കു നീ ഇങ്ങനെ ചെയ്യണമെന്ന്. ചിലപ്പോൾ ആദിയുടെ ഒക്കെ ഇങ്ങനെ ദേഷ്യവും വഴക്കും ഒക്കെ കാണുമ്പം ഞാൻ പറയും, ഇടങ്ങണം മിണ്ടാണ്ടിരുന്നോണം, ഞാൻ കല്ലുവെട്ടാൻകുഴി കൊണ്ട് കളയുമെന്ന് പറയും. അപ്പൊ ഞാൻ ആദ്യത്തെ കുഞ്ഞാന്നൊക്കെ മറക്കും. ഞാൻ പറയും ഇറങ്ങി പൊക്കോളെ ഈ വീട്ടിൽ നിന്ന് പറയും. അപ്പൊ ആദ്യം എന്നോട് പറയും, ഇത് എന്റെ വീട്, അപ്പ ഇറങ്ങി കൊച്ചി പൊക്കോളം പറയും. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ ആദ്യം രുക്കുവിനോട് ചോദിക്കും, എങ്ങനാ രുക്കു നീ ഇത് മെയിൻറ്റെയിൻ ചെയ്യണേന്ന് ഞാൻ ചോദിക്കും. അവക്ക് ഒരു 27 വയസ്സേ ആവുന്നുള്ളൂ. അപ്പം അവള് 2 കുട്ടിയോള് എന്നാ വീട്ടിലത്തെ കാര്യം അവള് നോക്കാറുണ്ട്. അവൾ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കുന്നത് ഞാൻ കാണാറില്ല. മേളിൽ എപ്പോഴെങ്കിലും കുഞ്ഞുങ്ങൾ ഉറങ്ങിയോന്ന് നോക്കാനായിട്ട് ചിലപ്പോൾ ഞാനിങ്ങനെ രാത്രിയൊക്കെ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളിൽ പിള്ളേരാരെങ്കിലും ഉണർന്ന് കിടക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ ചെല്ലുമ്പോഴും 2 പിള്ളേരിങ്ങനെ കിടക്കുന്നുണ്ടാവും, രുക്കു അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കും ഉറങ്ങുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ലേച്ചി അവള് ഉണർന്നു അല്ലെങ്കിൽ പനിയാണ്. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലാലോചിക്കും, എങ്ങനെയാണ് ഇങ്ങനെ ദേഷ്യം പുറത്ത് കാണിക്കാണ്ട്. പിന്നെ അവക്കുള്ളിൽ ചിലപ്പോഴൊക്കെ ഇറിറ്റേഷൻ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പക്ഷെ വിചാരിക്കും എങ്ങനെ പറ്റും എന്ന് ഓർക്കും. ഇപ്പോഴൊന്നും എനിക്ക് പറ്റില്ല, ഞാൻ ഓടും. പിന്നെ പൊതുവെ പറയും മണി കാൺ ബൈ ഹാപ്പിനെസ് എന്ന് പറയും. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അതോ മണി കാൺ ബൈ ഹാപ്പിനെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ മണി ഇല്ലാണ്ട് എങ്ങനെ പറ്റും? അപ്പം മണി ഉണ്ടെങ്കിലല്ലേ ചിലവിൽ സിറ്റുവേഷൻ ബേസ്ഡ് ആണിത്. എല്ലാ ഹാപ്പിനെസ്സും നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. നമ്മുടെ കൂടെ ഉള്ളവര് സന്തോഷമായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, അവരെ ഹാപ്പി ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അസുഖം വന്നു, കയ്യിൽ പൈസ ഉണ്ട്, അവരെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, എന്താ കാര്യമുള്ളത്? പക്ഷെ അങ്ങനെയല്ല, സിറ്റുവേഷൻ ബേസിൽ ചില കാര്യങ്ങൾക്ക് മണി ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബൈ ഹാപ്പിനെസ് എന്നുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മേടിക്കാൻ, സ്വന്തമാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു പൈസ അവർക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആണെങ്കിൽ കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊള്ളാം. പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും അത് ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഇപ്പം സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വന്നത്. അപ്പൊ അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ വീട് വളരെ കുഞ്ഞു തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നൊക്കെ. പക്ഷെ ഇപ്പം കുറെ ഏൺ ചെയ്തു, പൈസ ആയിട്ടും വീട് ഇഷ്ടപ്പെട്ട പോലെ ഒരു വീട് വെച്ചു ഒക്കെ ചെയ്തു. അപ്പോൾ എന്തായിരിക്കും ദാറ്റ് മണി ഗേവ് യു ദാറ്റ് വേറെ മണി പൈസ അനുവിന് തന്ന ഒരു അത് ഏറ്റവും ബെറ്റർ ആയിട്ട് ഇപ്പൊ ഈ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായാലും ഞാൻ പറയും എൻ്റെ അച്ഛനെയും അമ്മേനെയും പൊന്നുപോലെ എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. അവരൊരു കാര്യം, അതെൻ്റെ ബ്രദർ ആണെങ്കിലും എൻ്റെ ചേട്ടൻ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചാലും അത് അവൻ മേടിക്കുന്നതിന് മുമ്പ് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതെല്ലാം ഞാൻ അവരേനെ വെച്ച് ആദ്യം റിലേറ്റ് ചെയ്യുള്ളൂ. എനിക്ക് എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റുക. അതിപ്പോൾ അണ്ണനൊരു ബർത്ത്ഡേ വന്നാലും ഞാൻ ചുറ്റുമുള്ളവരടുത്ത് ഞാൻ ചോദിക്കും, അണ്ണൻ എന്താ അടുത്ത് മേടിക്കണം എന്ന് പറയണേ എന്ന് ചോദിക്കും. അവർക്കും അറിയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കലുള്ളൂ. അപ്പം അച്ഛനാണെങ്കിലും അച്ഛൻ പിന്നെ ആഗ്രഹങ്ങളൊന്നും പറയലില്ല. അമ്മയാണ് പിന്നെയും എനിക്ക് ആ ഒരു സാധനം ഇല്ലേ അതെന്താ. അമ്മ ചിലപ്പോൾ സീരിയൽസ് ഒക്കെ കാണുമ്പോഴേ ചില പണ്ടത്തെ ട്രഡീഷണൽ മാലയും വളയൊക്കെ കാണുമ്പം അമ്മ എങ്ങനെ ചോദിക്കും, അവരേത് മാലയാ ഇട്ടേക്കുന്നതെന്നൊക്കെ ചോദിക്കും. അത് എപ്പോഴും നല്ല കേട്ടോ, വെരി റെയർലി. അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ അമ്മയ്ക്ക് അപ്പം എന്തോ ഒരു സാധനം അടിച്ചിട്ടുണ്ടെന്ന് തോന്നും. പക്ഷെ അതെനിക്ക് കൊടുക്കുമ്പോൾ അവർ ചോദിക്കും എന്തിനാ ഇതിപ്പോൾ മേടിച്ചോണ്ട് വന്നേ എന്ന് ചോദിക്കുകയാണെങ്കിൽ പോലും അത് നമുക്ക് കൊടുക്കുമ്പോൾ, നമ്മൾ കൊടുത്തൊരു സാരി ആണെങ്കിൽ പോലും അതിൻ്റെ വിലയൊന്നുമല്ല, നമ്മളത് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം, അവരത് ഉടുത്തു വരുമ്പോൾ നമുക്ക് കാണുന്നൊരു സന്തോഷം, ആ ഒരു സാധനം എല്ലാ മക്കളും ചെയ്യുന്നതായിരിക്കും കേട്ടോ. പക്ഷെ മേ ബി നോർമലി ഉള്ള ആൾക്കാരെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം എനിക്ക് ഇതിനകത്ത് ഇതുകൊണ്ട് മാത്രം കിട്ടിയ ഹാപ്പിനെസ് ആണ്. പിന്നെ വീടാണെങ്കിലും എനിക്ക് പണ്ടത്തെ വീട് വളരെ കൊച്ചു വീടായിരുന്നു. ഇപ്പോഴും ആ വീട് പൊളിച്ച് ഞങ്ങൾ വീട് വെച്ച് 2013 നാട്ടിലത്തെ വീട് വെക്കുന്നത്. ഇപ്പോഴും എൻ്റെ മൊബൈലിൽ ഒരു ഡോക്യുമെന്റ് ഫയൽ എൻ്റെ പഴയ വീടിൻ്റെ ഫോട്ടോ ഉണ്ട്. ഇപ്പോഴും എൻ്റെ വീടിൻ്റെ കാര്യം പറഞ്ഞാൽ ആ വീട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്കറിയാം, അപ്പം എൻ്റെ കണ്ണിപ്പോഴും നിറയും.
കഴിഞ്ഞ ആഴ്ചയും എൻ്റെ വീടിൻ്റെ എന്തോ ഒരു കാര്യം പറയുമ്പോൾ ഇതാ എൻ്റെ പഴയ വീടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കണ്ണെന്തിനാന്ന് അറിയണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറയും ആ വീട്ടിൽ ഞാൻ നിന്നു. അപ്പം അപ്പോൾ അയ്യോ എനിക്കിതൊന്ന് മാറ്റണം, എനിക്കൊന്ന് വേറെ മേടിച്ച് തരുമോ എന്ന് ചോദിക്കാൻ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ എന്നെ അന്ന് ഉണ്ടായിട്ടില്ല. അച്ഛൻ അച്ഛൻ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും ഏറ്റവും ലോ ഗ്രേഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഇപ്പം അച്ഛനോട് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് പിന്നെ എൻ്റെ സമയത്ത് ഞാൻ പീരീഡ്സ് ഒക്കെ ആയതിന് ശേഷമാണ് ഞാൻ പറയുന്നത് എൻ്റെ റൂമിന് ഒരു കർട്ടൻ ഇട്ട് തരുമോ, റൂമിന് ഡോർ ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പം ഞാൻ പറയും എനിക്കൊരു കർട്ടൻ ഇട്ട് തരുമോ ഡ്രസ്സ് മാറുന്നതിന് വേണ്ടിയിട്ടെന്ന് പറയുന്നത് എൻ്റെ പീരീഡ് സ്റ്റേജിന് ശേഷമാണ്. പിന്നെയാണ് എൻ്റെ റൂമിന് ഡോറ് വരുന്നത്. അപ്പം ആ രീതിയിൽ അന്ന് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു വീട് വേണം. അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ കല്യാണം കഴിച്ചു പോകുന്ന വീട്ടിലെങ്കിലും സ്റ്റെയർ കേസ് ഉണ്ടാവണം. എൻ്റെ ഏറ്റവും വലിയ വിഷ്വലൈസേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എന്നെ ആരെങ്കിലും അനുശ്രീന്ന് വിളിക്കുമ്പം സ്റ്റെയർ കേസ് ഇങ്ങനെ ഇറങ്ങി വരണം. വൻ വിഷ്വലൈസേഷൻ ആയിരുന്നു അത്. അതാണ് മാനിഫെസ്റ്റ് ചെയ്തത്. അന്ന് അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സ്റ്റെയർ കേസിലെ വീട്, ഒരു സ്വർണ്ണ കൊലുസ്, ഇത് രണ്ടുമായിരുന്നു ആ സമയത്ത് ഇറങ്ങി വരണം. ഇതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം ഞാൻ അന്ന് വീടിന്റെ പ്ലാൻ വെക്കുമ്പോഴേ ഞാൻ പറയും 2 നില വീട് മസ്റ്റ്. പക്ഷെ 2-3 മാസം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ താഴത്തെ റൂമിൽ വരും, സ്റ്റെപ്പ് കയറാൻ വയ്യ, ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്നത് അത്ര നല്ല പരിപാടിയല്ല എന്ന് പറയും. അപ്പോൾ ആ വീട് വെച്ചത് എൻ്റെ ഏറ്റവും വലിയ വലിയൊരു സ്വപ്നമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞതുപോലെ അന്ന് 2013 വെക്കുമ്പോൾ വലിയ ഇന്റീരിയറോ അങ്ങനെയൊന്നും ഇല്ല. ആ സമയത്തൊന്നും അത്രയൊന്നും നമ്മൾ ഇപ്പൊ കൊച്ചിയിലെ വീട് വെച്ചതിന്റെ അത്ര ചിന്തിച്ചിട്ടോ വർക്ക് ചെയ്തിട്ടോ ഒന്നുമില്ല. നോർമൽ റൂം സൈസ്. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പം ഫീൽ ചെയ്യും ചില ഇവിടുന്ന് അവിടെ പോകുമ്പോൾ. പിന്നെ ഒരു 10-12 വർഷം നമ്മൾ ഇപ്പൊ കൊച്ചിയിൽ നിന്നു, കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് ഇപ്പൊ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ പറയും വീട്ടിൽ സ്ഥലം തികയുന്നില്ല. അമ്മ പറയും ഞങ്ങൾക്ക് ഇതൊക്കെ മതി. ഞാൻ പറയും പറ്റത്തില്ല അമ്മ, എനിക്ക് ഒരു റൂം ഒന്ന് ഇറക്കട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കൊരു റൂം, എനിക്ക് മാത്രം, വേറെ ആരുടെയും സാധനങ്ങൾ അതിനകത്ത് പാടില്ല, എനിക്ക് മാത്രം ഒരു റൂം ഞാൻ പുറകോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കട്ടെ എന്നുള്ള സോപ്പിടിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്ന് മുതലും ഇപ്പോഴും എനിക്ക് വീടുണ്ടാക്കല്, ഓരോ സാധനങ്ങൾ ഡെക്കർ ഐറ്റംസ് മേടിക്കല്, ഓരോന്നിങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കല് എൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും വേറെ എൻ്റെ കൂട്ടുകാരുടെ വീടൊക്കെ പണിയാണെങ്കിലും എനിക്കത് പോയി കണ്ട് ഇതങ്ങനെ ചെയ്യുന്നൊക്കെ പറയാനും ഒക്കെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കൂട്ടുകാരിങ്ങനെ പ്രദീപേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കും ഈ വീട്ടിലത്തെ റിനോവേഷൻ ആലോചിക്കുന്നുണ്ടെന്ന് പറയുമ്പം അനുവിന് ഇങ്ങനെ എല്ലാ മാസവും ഇങ്ങനെ വീട്ടിനകത്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറയാം ശരിയാ, എൻ്റെ ജാതകത്തിലെങ്ങാണോ ഒന്ന് നോക്കണം, ഒരു 6 മാസത്തെ ഗ്യാപ്പിൽ ഇങ്ങനെ വീടിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് എൻ്റെ ജാതകത്തിൽ ഉണ്ടോന്ന് തോന്നുന്നുണ്ട്. എന്താ സക്സസ് അനുവിനെ പഠിപ്പിച്ചേ? സക്സസ് എന്താണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി സക്സസ് ആയാലായിരിക്കും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റാന്നുള്ളതായിരിക്കും ചിലപ്പം. നീ ചോദിച്ചതല്ലോ മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്നുള്ള തോട്ട് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും അത് വേണ്ടാതെ ചിലപ്പം സക്സസ് ക്യാൻ ബൈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അത് കുറച്ചും കൂടി ആപ്റ്റായിരിക്കും. എൻ്റെ ഇതിൽ എല്ലാവർക്കും അതൊന്നും അറിയില്ല, ചില ആൾക്കാർക്കും മണി തന്നെ ആയിരിക്കും. പക്ഷെ എനിക്ക് സക്സസ് ആയിട്ട് എന്ന് വെച്ചിട്ട് എന്നും ഒരാൾക്കും വിജയിച്ച് നിൽക്കാൻ പറ്റും എന്നല്ല ഞാൻ പറയണേ. പക്ഷെ ഒരു രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ പറ്റുക, ആ തലത്തിൽ തന്നെ നിൽക്കാൻ പറ്റുക, നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പോവാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ 1 year ആയി ഞാൻ മൂവി ചെയ്തിട്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ഇൻസെക്യൂർഡ് ഫീലും ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ ആണെങ്കിലും ഞാൻ ഹാപ്പി ആയിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കും. അതെന്റെ രീതിയിൽ സക്സസ് ആയിട്ട് എനിക്ക് നിൽക്കുന്നു തന്നെയാണ് ഞാൻ തോന്നണേ. ഇതിലും അങ്ങ് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇനി എന്താകുന്നോ, നമ്മൾ ചിലപ്പം അയ്യോ എന്താണ് മാറ്റി പിടിക്കണോ എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറയും ഇപ്പൊ ആർട്ടിസ്റ്റുകൾക്കൊക്കെ സൈഡ് വൈസ് മറ്റേ ബിസിനസ്സൊക്കെ തുടങ്ങുന്നുണ്ട്, നോക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ആ തോട്ടില്ല. നമുക്ക് തോന്നണ്ടേ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചിന്തിച്ചാലേ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആർക്കും കൊണ്ടിങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ട് ചെയ്യിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നണം, എന്നാലേ ഞാൻ അതിലോട്ട് ഇറങ്ങുള്ളൂ. പക്ഷെ എനിക്ക് ആ തോട്ട് വന്നിട്ടില്ല. അപ്പം ഒരു പക്ഷെ കുറച്ച് നാളൂടെ കഴിയുമ്പം വേണം കേട്ടോ, ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങുമായിരിക്കും. സോ സക്സസ് എപ്പോഴും കൊണ്ടു തരുന്നതായിരിക്കും ഹാപ്പിനെസ് എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു ആക്ടർക്ക് ഈ ഒരു ക്വാളിറ്റി എന്തായാലും വേണം. അതായത് ഒരു ആക്ടർക്ക് ഉണ്ടാവേണ്ട ഒരു ബേസിക് ക്വാളിറ്റി ഇതാണ് എന്ന് അനുവിന് ഇപ്പൊ ഇത്രയും ഇയേഴ്സ് ഇത്രയും വർക്ക് ചെയ്തിട്ട് എന്തായിരിക്കും അത്? മേ ബി നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, അവരുടെ ബിഹേവിങ് ആയിരിക്കും ഏറ്റവും മസ്റ്റായിട്ട്. എത്ര വലിയ ആളാണെങ്കിലും പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ
ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് മറ്റുള്ള ഒരാളുടെ അടുത്ത് പെരുമാറുന്നത്. നമ്മളെപ്പോഴും പറയും നമ്മൾ നമ്മുടെ പെരുമാറ്റം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് പറയും. ഒരു മോശം വാക്ക് നമ്മുടെ വായിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ആദ്യം വരുന്ന കമന്റ് വീട്ടിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പം എൻ്റെ ആദിയെ വെച്ചിട്ട് പറയുന്നതാണെങ്കിലും ആദി ഇപ്പം സ്കൂളിൽ പോയിട്ട് ഒരു മോശം വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ആദ്യം വിളിക്കുന്നത് പേരൻസിനെ ആയിരിക്കും. ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്ന വാക്കാണോ എന്ന് ചോദിച്ചിട്ട്. അതേപോലെയാണ് നമ്മുടെ ബിഹേവിങ് എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം എത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും അവരെങ്ങനെ ഒരാളുടെ അടുത്ത് പെരുമാറുന്നു, അവരെന്നെ ഹേർട്ട് ചെയ്യാണ്ട് സംസാരിക്കുന്നു എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും വലിയ ഗുണം. ആക്ടിങ് അവരുടെ കഴിവും കാര്യങ്ങളും ഒക്കെ വേണം, പക്ഷെ ഫസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് മസ്റ്റ്. അതില്ലെങ്കിൽ പിന്നെ ആരാത് പറഞ്ഞിട്ട് എന്താ. നമ്മളാണെങ്കിൽ ഒരു ചെറിയ ആളെ കണ്ടല്ലോ അയ്യോ, പക്ഷെ പുള്ളിക്കാരൻ്റെ അടുത്താണെങ്കിലും പുള്ളിക്കാരത്തിന് സംസാരിക്കാൻ നല്ലതായിട്ടോ എന്ത് നല്ല പെരുമാറ്റാണെന്നായിരിക്കും പറയുന്നത്. ഏറ്റവും വലിയൊരു സ്റ്റാർ വന്നിട്ട് ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സ്റ്റാർ ആണെങ്കിലും എന്താ അയാൾ കാണിക്കുന്ന കണ്ടില്ലേ, ഈ ആറ്റിറ്റ്യൂഡ് തന്നെ ഉണ്ടാവുള്ളൂ. സോ ബിഹേവിങ് ഇസ് മസ്റ്റ്. എങ്ങനെ അനു ഓർമ്മിക്കപ്പെടണം എന്നാണ് വിചാരിക്കുന്നത്? ഹൗ യു വാണ്ട് യുവർ സെൽഫ് ടു ബി റിമെമ്പേർഡ്? ഇല്ല, അത് ഞാനിപ്പോൾ ഉർവശി ചേച്ചിനെ ഓർക്കുന്ന പോലെ ഓർമ്മിക്കപ്പെടണം. പക്ഷെ അത്രത്തോളം നല്ല ക്യാരക്ടേഴ്സ് ഒന്നും കിട്ടും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അത്രയും നല്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മേക്കിംഗ് ആണോ ഇപ്പം ഉള്ളത്, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റ് ആണോ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതിന് അത് ഞാൻ ഒരിക്കലും അല്ല എന്ന് പറയും. കാരണം ഞാനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ചിത്രവും ഈ പറഞ്ഞ തലയണ മന്ത്രവും ആ ഒരു 90s സോങ്സ് ആണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ എനിക്കിപ്പോഴും ഇഷ്ടം. ഞാൻ എപ്പോഴും പിങ്കിയുടെ അടുത്തൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഞാൻ കുറച്ച് മുന്നേ ജനിക്കണമായിരുന്നു എന്ന് പറയും. ഞാൻ എപ്പോഴും പറയും അങ്ങനെ. അവരുടെ കോസ്റ്റ്യൂം ആണെങ്കിലും ഔട്ട്ലുക്ക് എങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതൊക്കെ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ അതാണ്. അപ്പം ഞാൻ പറയും കുറച്ച് മുമ്പ് ഞാൻ ജനിക്കേണ്ടിയിരുന്നു, കാലഘട്ടം ഒരു ഇച്ചിരി ഇങ്ങോട്ടേക്ക് മാറിപ്പോയി എന്ന് ഞാനിങ്ങനെ ചുമ്മാ പറയാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഉറുഷി ചേച്ചിയൊക്കെ ഏത് കാലത്ത് ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് പറയുമ്പോഴും ഉറുഷി ചേച്ചിനെ പറ്റി പറയണം എന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്ത ക്യാരക്ടേഴ്സാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇതിൽ തന്നെ അല്ലെങ്കിൽ ചെയ്ത് വെച്ച ക്യാരക്ടർ അതൊന്നോ രണ്ടോ ഒക്കെ ആയിക്കൊള്ളട്ടെ, പക്ഷെ ഉണ്ട്. ഇപ്പോൾ ഒരു 12 വർഷം 13 വർഷം കഴിഞ്ഞെങ്കിലും എല്ലാവരും ഡയമണ്ട് നെക്ലേസ് ആണ് ആദ്യം പറയുക. അപ്പം അത് എനിക്ക് വേണ്ടിയിട്ട് കിട്ടിയ ഒരു സംഭവമാണ്. ഏതില്ല എന്ന് പറഞ്ഞാലും ഡയമണ്ട് നെക്ലേസും ചന്ദ്രേട്ടൻ എവിടെയും എല്ലാ ആൾക്കാരും മഹേഷിന്റെ പ്രതികാരത്തിൽ തേപ്പാണെങ്കിൽ പോലും എപ്പോഴും എന്നെ അതിൽ ഏറ്റവും കൂടുതലാണ് ഡയമണ്ട് നെക്ലേസ് എന്ന് പറഞ്ഞ എൻ്റെ ആദ്യത്തെ സിനിമ. അതിപ്പോഴും ആൾക്കാരുടെ മനസ്സിലുണ്ട്. എവിടെ ചെന്നാലും അതിനെ പറ്റിയിട്ട് അരുണേട്ട ഈ മിഷ്യൂ ആണെങ്കിലും പറയിക്കാത്ത സ്റ്റേജുകൾ ഉണ്ടാവാറില്ല. ചന്ദ്രേട്ടൻ എവിടെയാന്ന് ചോദിപ്പിക്കാറുണ്ട്, ആരും വിടാറില്ല. അപ്പൊ അത് എനിക്ക് ചെയ്യാൻ പറ്റിയ, പക്ഷെ അതുപോലത്തെ ഒരു ക്രിയേഷൻ ഇനി ഉണ്ടാകും എന്ന് ഞാൻ ഉദ്ദേശിക്കണമില്ല. തൊട്ട് മുമ്പത്തെ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞു, പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടപ്പോൾ കഥ എന്തായിക്കൊള്ളട്ടെ, അവരിപ്പോഴത്തെ നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ വ്ളോഗിങ് അതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ളിൽ നമ്മളൊരു ഫാമിലീനെ കണ്ടു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു അച്ഛനും അമ്മയും അനിയനും അനിയത്തിയും ഒരു വീട്ടിൽ താമസം, ഒരു ചേട്ടൻ അതിൻ്റെ പ്രാരാബ്ധം, അനിയത്തി കല്യാണം കഴിച്ചു, അനിയൻ കല്യാണം കഴിച്ചു, ഇങ്ങനത്തെ ഒരു ഫാമിലീനെ കാണാൻ പറ്റി എന്നുള്ളത് കുറേ നാളിന് ശേഷം പിന്നെ കണ്ടത് തുടരുമിലാണെങ്കിലും കണ്ടു. എത്ര നാളിന് ശേഷമാണ് അങ്ങനത്തെ ഒരു ബിന്ദു പണിക്കർ ചേച്ചിയൊക്കെ കുറേ നാളിന് ശേഷം അങ്ങനത്തെ ഒരു വേഷത്തിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി എന്ന് പറയും. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാരുടെ തോട്ട് പ്രോസസ്സും എല്ലാവരും റിയലിസ്റ്റിക് ആയപ്പോൾ എല്ലാം എന്തൊക്കെയോ മാറിപ്പോയിട്ട് ഞാൻ എപ്പോഴും പറയും, കുറേ ആരൊക്കെയോ സിനിമയിൽ പാട്ട് ഡാൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എവിടെയോ ആരോ ഇങ്ങനെ പറയുന്ന കേട്ടോ, എന്തിനാ ഡാൻസ് ചെയ്യണേ, റിയലിസ്റ്റിക് അല്ലേ, നമ്മൾ യഥാർത്ഥ സിനിമയിലോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ പ്രണയിക്കുമ്പോൾ ആരാ പാട്ട് പാടണേ, ആരാ ഡാൻസ് കളിക്കുന്നത്, റിയലിസ്റ്റിക് ആവേണ്ടതെന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങ് വീട്ടിൽ ഇരുന്ന് റിയലിസ്റ്റിക്കായി ജീവിച്ചാൽ പോരെ, എന്തിനാ നിങ്ങൾ സിനിമ ചെയ്യണേ? സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് ആയിരിക്കണം. 150 രൂപ കൊടുത്ത് പോയിരിക്കുമ്പോൾ അടുത്ത് ചിരിക്കാനുണ്ടാവണം, കരയാനുണ്ടാവണം, ഡാൻസ് ഉണ്ടാവണം, പാട്ടുണ്ടാവണം. ആ 2 മണിക്കൂർ നമ്മൾ എല്ലാം മറന്ന് ചിരിക്കാനും കരയാനും സന്തോഷിക്കാനും വേണ്ടിയിട്ടാണ് പോണേ. എന്റർടൈൻമെന്റ് ആണ്. ആ സിനിമാറ്റിക് ക്രിയേറ്റിവിറ്റി എന്നല്ലേ സിനിമേനെ പറയണം. അല്ലാണ്ട് റിയലിസ്റ്റിക് ആണെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് ജീവിച്ചാൽ പോരെ. നമ്മൾ ബുദ്ധിമുട്ട്, നിങ്ങൾ ഡാൻസ് കളിക്കണ്ട, നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ച് വീട്ടിൽ വെറുതെ ഇരുന്നോ, റിയലിസ്റ്റിക് ആയിട്ട് എന്തിനാ അഭിനയിക്കണേ, എന്തിനാ? എനിക്കതിന്റെ ഇത് എനിക്ക് മനസ്സിലായി. ഇപ്പൊ തന്നെ ഇന്നാളിൽ ഏതോ ഒരു സിനിമയില് മഞ്ജു ചേച്ചിയുടെ പാട്ടാണോ, നമ്മുടെ സമ്മറിൻ ബദ്ലേമിലെ ആന്ന് തോന്നുന്നുണ്ട്, ആ സൈക്കിളൊക്കെ ചവിട്ടി പോണ ചൂളം അടിച്ച് ഇറങ്ങി നടക്കുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു പാട്ട് ഇനി ഏത് സിനിമയിൽ ഏത് കാലത്ത് വരും?
കുറേ സിനിമകളിലെ പാട്ട്, ചിത്രത്തിനകത്ത് മറ്റേ ദൂരക്കിഴി കുതിക്കും മാണിക്ക് ചെമ്പെടുക്കുക എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇപ്പോഴും ഞാനൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇടുന്നത്. നിന്റെ പ്ലേലിസ്റ്റ് അതിടും. ഞാൻ 90s സോങ്സ് എന്ന് പറഞ്ഞിട്ട് ഇടും. ആ സമയത്തെ സിനിമകളും പാട്ടുകളും സിനിമേന്റെ പാട്ടുകളിലെ ലിറിക്സുമാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോഴത്തെ ഒന്നിന്റെ ലിറിക്സ് അറിയില്ല. കാണുന്നവരൊന്നും പറയരുത്, പക്ഷെ അറിയില്ല, വരികൾ പഠിക്കാൻ പറ്റുന്നില്ല, ഓർമ്മയിലില്ല, കേൾക്കുന്നില്ല. ഇപ്പം എൻ്റെ നമ്മുടെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് അമൽ എന്ന് പറഞ്ഞിട്ട്, അവൻ ഒരു 3 ദിവസം മുമ്പ് അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു 90s പാട്ടുകളെ പറ്റിയിട്ട്. അത് കേട്ടപ്പോഴും ഞാൻ ഓർത്തു, ശരിയല്ലേ ഈ പറയണ. ഇപ്പം നമുക്ക് ഏതാണ് ഇപ്പോഴത്തെ പാട്ടുകൾ? കുറച്ച് പാട്ടുകളുണ്ട്, പക്ഷെ അതിലേറെ എത്രയോ പാട്ടുകളാണ് കാലം കടന്ന് നമ്മൾ ഓർക്കുമെന്ന് നമുക്കറിയില്ല. പല ഫ്രണ്ട്സിന്റെ വണ്ടിയിൽ പോകുമ്പോഴും അവരുടെ ഒക്കെ പാട്ടുകൾ ഇപ്പോഴും ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് തന്നെയാണോ കേൾക്കുന്നത്? പിന്നെ അതൊക്കെയല്ലേ പാട്ട് എന്ന് പറയും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുമ്പം ഇറ്റ് ഷുഡ് ബി എന്റർടൈനർ, അല്ലാണ്ട് നമ്മള് റിയലിസ്റ്റിക് ആയിട്ട് മാത്രം പോയിരുന്നിട്ട് ആർക്കടിച്ചിരിക്കാന്നുള്ളതാണെങ്കിൽ ആയിട്ടുള്ള സിനിമകളും ഡെഫിനറ്റ്ലി. അപ്പൊ ഞാനിങ്ങനെ പറയൂ, ഇനി ഏതെങ്കിലും സിനിമയിൽ കല്യാണരാമനത്തെ സോങ്സ്, ഇഷ്ടം സിനിമ, ഇതൊക്കെയല്ലേ. കല്യാണരാമനൊക്കെ ഇപ്പോഴും ടി വിയിൽ വന്നു കഴിഞ്ഞാൽ വിടുന്ന പരിപാടിയില്ല. അതൊക്കെ എന്തുകൊണ്ട് ആർക്കും ഇഷ്ടമില്ലായിട്ടാണ്. പക്ഷെ അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാര് ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. അത് ക്രിയേറ്റ് ചെയ്യുന്ന മേക്കേഴ്സ് ഉണ്ടോന്ന് അറിയില്ല, റൈറ്റേഴ്സ് ഉണ്ടോന്ന് അറിയില്ല, ആക്ടേഴ്സ് ഉണ്ടോന്നും അറിയില്ല. അപ്പൊ പിന്നെ നമ്മളും കാലത്തിനൊത്ത് ഓടുക എന്ന് പറയുന്നത് പോലെ പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഞാനിങ്ങനെ പറയും, കുറച്ച് മുന്നേ ചിരിക്കണമായിരുന്നു. അനു ഇങ്ങനെ ഡെസ്റ്റൈൻഡ് ആയിട്ട് ആകസ്മികമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോഴും സിനിമ സ്വപ്നം കാണുന്നവരാണ്. ഒരു പക്ഷെ നമ്മളൊരു 10 കല്ലെടുത്തെറിഞ്ഞാൽ 9 കല്ലും ഒരു സിനിമാ നടിയാവണം എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിയുടെ തലയിലായിരിക്കും എന്ന് പറയും. അപ്പൊ എന്താണ് അവരുടെ അടുത്ത് പറയാൻ? ഇല്ല, ഇപ്പൊ സിനിമാ നടി എന്നുള്ളത് മാത്രമല്ല, എല്ലാരും അവരെ സംബന്ധിച്ച് അവരെല്ലാവരും സെലിബ്രിറ്റിയാണ്. അത് സിനിമയിൽ അല്ലെങ്കിൽ ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസർ ആയിക്കോളട്ടെ, റീല് മാത്രം ഇടുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാരും സെലിബ്രിറ്റി അല്ലേ. പണ്ട് നമുക്ക് കണ്ടു പരിചയം തോന്നുന്ന ആൾക്കാരെ അയ്യോ ഇതവരല്ലേ എന്ന് തോന്നുന്നത് എത്ര ദിവസം കഴിഞ്ഞ്, എത്ര ഇൻസിഡന്റ് കഴിഞ്ഞ്, എത്ര മാസങ്ങൾക്കിടയിലാണ് നമുക്ക് മുഖപരിചയമുള്ള സ്ക്രീനിൽ നമ്മൾ കാണുന്ന ഒരാളെ ഫേസ് വെച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടാവുക. ഇപ്പൊ എന്താ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അല്ലേ. അവരെ സംബന്ധിച്ച് എല്ലാരും സെലിബ്രിറ്റീസ് ആണ്. പിന്നെ അവരെ കുറ്റം പറയുന്നില്ല. 10K ഉള്ള എല്ലാവരും സെലിബ്രിറ്റീസ് ആണ്, ഞങ്ങള് ഇൻഫ്ലുവൻസേഴ്സ് ആണ്, ഞങ്ങൾ വ്ളോഗർമാരാണ്. നല്ല കാര്യം, അവർക്ക് കഴിവുള്ളത് കൊണ്ട് അവർ ചെയ്യുന്നു. അവർക്ക് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് അവരതിനെ പ്രൊഫഷൻ ആക്കുന്നു. അവരതിനകത്ത് നിന്ന് ഏൺ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ക്യാമറയും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ പോവുക, കൊളാബ് കിട്ടും, ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ മേ ബി പണ്ടത്തെ അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതിലേക്കൊരു ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട്. പണ്ട് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കാനായിട്ട് എത്രയോ, എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുന്നേ ഉള്ള നവ്യ ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, മനോരമയിൽ മുഖചിത്രം വന്നിട്ടാണ് വിളിക്കുന്നത്. ആ സമയത്ത് ഒരു പക്ഷെ അന്നത്തെ മലയാള മനോരമയായിരിക്കും ഇന്നത്തെ സോഷ്യൽ മീഡിയ. ഇന്നൊരു റീൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇൻസ്റ്റാഗ്രാമിലോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, ഓക്കെ, ഓഡീഷൻ വരുന്നു, തീരുന്നു, സെലിബ്രിറ്റി ആയി. അപ്പം പണ്ടത്തെ അത്രയും നമ്മൾ വന്നപ്പോഴാണെങ്കിലും നമ്മളുടെ വരുന്ന സമയത്ത് റിയാലിറ്റി ഷോസ് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വരുമ്പോഴും റിയാലിറ്റി ഷോസും കുറവാണ്. നമ്മൾക്കും കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഓപ്പൺ ചെയ്ത് വെച്ച് റൂമിൽ അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ ചിലപ്പോൾ ഇത്രയും പേര് നിൽക്കുന്ന 100, 150, 200 പേര് നിൽക്കുന്ന ഒരു ക്രൂവിന്റെ മുമ്പിൽ വരുമ്പോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവരുടെയും കോൺഫിഡൻസ് ചിലപ്പം ശരിയാവണമെന്നില്ല. അവർ ചിലപ്പോൾ അത് കുറെ കേട്ടിട്ടുണ്ട്, റീൽസിൽ കണ്ടു വിളിച്ചു പക്ഷെ പാളിപ്പോയി എന്ന് കേട്ടിട്ടുണ്ട്. കാരണം അതവർ റൂം അടച്ച് അവർ തന്നെ കണ്ട് അവർ തന്നെ ചെയ്യുന്ന കോൺഫിഡൻസ് മേ ബി ഇപ്പുറത്ത് വരുമ്പം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഒരു പോസിറ്റീവും നെഗറ്റീവ് എന്ന് പറയുന്ന പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് പോസിറ്റീവാണ്. അതെ അല്ലേ? അതെല്ലാം നല്ലതാണോ? അത് കാരണം മറ്റുള്ളവരുടെ കഴിവുള്ളവരുടെ ഓപ്പർച്യൂണിറ്റി പോകുന്നുണ്ട് എന്നുള്ളതും ആലോചിക്കണം. ചില മൂവീസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പൊ എന്തിനാണ് ഇപ്പൊ ഇവരെ വിളിച്ചത് എന്ന്. ചില സമയത്ത് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ മൂവി കാണാൻ പോകുമ്പോൾ ചില സീൻസ് വരുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നോക്കും. അവിടെ ആരും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, പക്ഷെ എല്ലാവരുടെ ഉള്ളിൽ പോകുന്നത് ഇപ്പൊ എന്തിനായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ വിചാരിക്കും, എന്തിനാ ഇവിടുന്ന് കൊണ്ടുവരാൻ, എന്തിനാ ഇവരെ എടുക്കണേ, ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. പിന്നെ ചില നടന്മാരുടെ അടുത്തും ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കും,
വേറെ ഇൻഡസ്ട്രിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അവിടെ ആൾക്കാർ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് എന്തിനാ ഈ ഹാഫ് സാരി ഷോളൊക്കെ ഉടുപ്പിക്കണേ? ഇവിടെ ഇഷ്ടംപോലെ കുട്ടികൾ അത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ കൊണ്ടുവന്ന് അവരെ ഇങ്ങനെ ചെയ്യിപ്പിക്കാണ്ടിരിക്കും എന്നൊക്കെ നമ്മള് പറയാറുണ്ട്. ഏതെങ്കിലും ഒരു ഫേമസ് ആളുടെ ഓട്ടോബയോഗ്രഫി ഒരു സിനിമയാവാണെങ്കിൽ അനുവിനെ അതിലേക്ക് അഭിനയിക്കാൻ വിളിക്കണമെങ്കിൽ ആരുടെ ചെയ്യണം? അയ്യോ, അങ്ങനെയൊന്നും ഞാനങ്ങനെ ഇല്ല. അങ്ങനെ ആരുടെങ്കിലും സ്റ്റൈൽ ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നുക? ഇല്ല, അങ്ങനെയില്ല എനിക്ക്. പക്ഷെ ഇന്ന ആളുടെ എന്നുള്ളതല്ലാണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു ഒരു പഴയ കാലഘട്ടം കൈൻഡ് ഓഫ് സാധനം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മാമാങ്കമൊക്കെ കാണുന്ന സമയത്താണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു, ഞങ്ങളത് മേ ബി ഞങ്ങൾ കുറെ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങൾ. അപ്പോ പണ്ടത്തെ നമ്മൾ നേർച്ച കൈൻഡ് ഓഫ് സിനിമകളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ മൂവി ഒരിക്കലും ഇനി വരാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതിന് ഗോകുലൻ സാറൊക്കെ വിചാരിക്കണമായിരിക്കും വേറൊരു മാമാങ്കം വരണമെങ്കിൽ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അതിപ്പം പണ്ടത്തെ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനം മാത്രമല്ല, പക്ഷെ കാലഘട്ടം മാറി ചെയ്ത് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ നാടൻ കുട്ടികളാവണം, ഭാര്യയായിരിക്കണം, അതുകൊണ്ട് അധികം ഒന്നും നോർമലായിട്ട് മതിയിട്ടോ എന്ന് പറയുന്ന സാധനങ്ങൾ. എന്നാൽ പോലും അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതല്ലാണ്ടൊരു പെർട്ടിക്കുലർ സാധനം നമുക്ക് ഇങ്ങനെ തന്നെ വേണം, ഹെയർ സ്റ്റൈൽ മസ്റ്റ് ബി ഇങ്ങനെ ആയിരിക്കണം, കോസ്റ്റ്യൂം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊരു കാലഘട്ടം പിടിച്ച് ചെയ്യുന്ന സാധനം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ പണ്ടൊരു സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ലൈഫ് കാണിക്കുന്ന, അങ്ങനെ ട്രാക്കിൽ കൂടി ഓടുന്ന അങ്ങനത്തെ ഒരു സാധനം ചെയ്യണം എന്ന് ഭയങ്കര. അത്ലറ്റ്, അത് വെറുതെ അനുശ്രീയുടെ ക്യാരക്ടർ ഒരു അത്ലറ്റ് എന്നുള്ളതല്ല, ഒരു കറക്റ്റ് ഒരു സ്പോർട്സ് വുമൺ ഫേസ് ചെയ്യുന്ന പ്രശ്നം, കഷ്ടപ്പാട്, അവരതിലോട്ട് പ്രിപ്പയർഡ് ആവുന്നതെല്ലാം കാണിച്ചുകൊണ്ടൊരു സംഭവം ഒക്കെ ചെയ്യണമെന്ന് എൻ്റെ. ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഞാൻ ഇന്ന കാര്യമാണ് പഠിച്ചത്, ഇങ്ങനെ ഒരു ലേണിംഗ് എനിക്ക് ഉണ്ടായി, അതെന്തായിരിക്കും? അത് ഞാൻ പറയും, ചിരിക്കുന്ന എല്ലാവരും നല്ല ആൾക്കാരല്ല, അവരുടെ ചിരിയുടെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ മേ ബി ഉണ്ടാവും. കമുകുഞ്ചേരിന്ന് വരുമ്പോൾ ചിരിക്കണ എല്ലാവരും പാവങ്ങളാണ്. കാരണം എല്ലാ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരാണല്ലോ ചിരിച്ച് കാണിക്കുന്നത്. വീട്ടിൽ ചോറില്ലെങ്കിൽ താഴത്തെ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ചോറ്, ഉച്ചയ്ക്ക് വീട്ടിൽ കറി കൊള്ളൂല, ഇതൊക്കെയാണ് ഞങ്ങൾ ശീലിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് വീട്ടിൽ ഇഷ്ടമില്ലാത്ത കൂട്ടാനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ചെല്ലുക, കഴിക്കുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെ വീടിന്റെ ചുറ്റുമുള്ള മുഖങ്ങളെല്ലാം അവിടുത്തെ വീട്ടിലെ കുട്ടിയാണ് നമ്മള്. സിനിമയിൽ വന്നപ്പം നെക്സ്റ്റ് ഡോർ കുട്ടിയാണ്, പക്ഷെ അവരുടെ ചിരിയെല്ലാം നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആവില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വരണ സമയത്ത് ഓരോ കാര്യങ്ങൾ, ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഞാൻ അഭിപ്രായം ഓരോരുത്തരുടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, അല്ല അത് നല്ലതാണോ നീ എങ്ങനെ അറിയുമ്പോൾ, അല്ല അവർ പാവമാന്ന് തോന്നുന്നു, കണ്ടിട്ട് പാവുക, നല്ല ചിരിച്ചൊക്കെയാണല്ലോ പറയുന്നതെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അഭിപ്രായം, നീ എന്നോട് ചിരിച്ച് കാണിക്കുന്നതാണോ നിന്റെ ഏറ്റവും വലിയ വിശ്വാസം എന്നോട് ചോദിക്കുമ്പോൾ, അതായിരുന്നു എൻ്റെ വിശ്വാസം. എനിക്ക് അവരെ അറിയില്ല, ഞാനിവിടെ പുതിയ ആളാണ്. അപ്പൊ അവരെന്നോട് വന്ന് ചിരിച്ചു മോളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അയ്യോ പാവം, ഇതായിരുന്നു എൻ്റെ സംഭവം. പക്ഷെ അതല്ല, ചിരിക്കുന്ന ആര്, ദേഷ്യപ്പെടുന്നവരെ നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചോ. കാരണം എപ്പോഴും പറയും, പെട്ടെന്ന് ഷോർട്ട് ബോർഡ് ആയിട്ടുള്ള ആൾക്കാരും പെട്ടെന്ന് കരയുന്ന ആൾക്കാരും ആയിരിക്കും ഏറ്റവും പാവങ്ങൾ. നമ്മൾ ആയിരിക്കും ദേഷ്യപ്പെടുന്നവർ ചിലപ്പോൾ ഏറ്റവും വലിയ വില്ലന്മാരാണ്, അല്ല ചിരിക്കുന്നവരാണ്. അപ്പൊ അതായിരിക്കും മേ ബി. എന്ന് വെച്ചാൽ എന്തെങ്കിലും ചിരി വെച്ച് കാണിച്ച് എന്തെങ്കിലും മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല. പക്ഷെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ചിരിച്ചിപ്പോൾ വർത്താനം പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് സാധനത്തിൽ മാത്രം നിങ്ങൾ എടുക്കണ്ട, മറുതലക്കിൽ എന്തോ ഉണ്ടെന്നും കൂടി ഒന്ന് ആലോചിച്ചു വേണം എന്ന് പഠിച്ചത് സിനിമയിൽ വന്നതിന് ശേഷം മാത്രം. എന്റെ ഈ സ്വഭാവം ഈ ഇൻഡസ്ട്രിക്ക് പറ്റിയതേ അല്ല, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ? അതെന്ത് സ്വഭാവം? എന്തെങ്കിലും ഇഷ്ടമില്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം പറയും, ഒരു മാറ്റവും ഇല്ല. എൻ്റെ അടുത്ത് പിങ്കി എപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്, കേൾക്കുന്നുണ്ട്. പിങ്കി പറയും, എന്റെ കൊച്ചെ ഇങ്ങനെയൊന്നും പറയല്ലേ, കുറച്ചൊക്കെ ഒന്ന് ഡിപ്ലോമാറ്റിക് ആഗ് എന്ന് പറയും. പരിപാടിയല്ല എൻ്റെ അടുത്ത്. ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും പറയില്ല. അതിപ്പം എനിക്കോ ഞാൻ ചെയ്ത പ്രവൃത്തിനെ കുറ്റപ്പെടുത്തി, ശരിയായിട്ടുള്ള പ്രവൃത്തിനെ വിലയില്ലാണ്ട് തരികയോ, എൻ്റെ സെൽഫ് വാല്യൂന്, സെൽഫ് റെസ്പെക്റ്റിന്, എൻ്റെ പ്രൊഫഷണലിസത്തിന് എന്തെങ്കിലും കുത്തുന്ന പോലെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിമാനം ഭയങ്കര പ്രശ്നമാണ്. പ്ലസ് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അവരെന്നെ റെസ്പെക്റ്റ് ഇല്ലാണ്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ മോശം രീതിയിൽ, ഇപ്പൊ പിങ്കിയൊക്കെ ഇപ്പോഴാണ് പിങ്കിയൊക്കെ ട്രാവൽ ചെയ്തൊരു ടൈം ഉണ്ട്. അപ്പം ആ സമയം മുതൽ അവരൊക്കെ എൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പം ഇപ്പം അവരെന്നെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ ചിലപ്പം ബിഗിനിങ്ങിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ ഇൻസിഡൻ്റ് ഒക്കെ എനിക്ക് വൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ആരാണെന്ന് നോക്കിയേ മറന്നു വരാന്ന് അങ്ങ് പറയും. പറഞ്ഞാൽ തീർന്നു എന്നുള്ളതാണ്, പക്ഷെ ഞാൻ പറയും.
അവരതിനി മനസ്സിൽ വെക്കുമോ, അടുത്തൊരു കാര്യം വരുമ്പോൾ അനുശ്രീയോ വേണ്ടാന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് പറയണം. അവർ നിങ്ങൾ തന്നെ എന്നെ വിളിച്ചില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് പറയാം. അത് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, എൻ്റെ അടുത്ത് സഹകരിക്കുന്ന ആൾക്കാരുടെ അടുത്താണെങ്കിലും അവരെത്ര വലിയവരാണെന്നൊന്നും നോക്കലില്ല. ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടില്ല കേട്ടോ. അവരെന്തോ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്തായിക്കോട്ടെ, ഞാൻ അതിനകത്ത് റിലേറ്റഡ് ആണോ, അതിന് മോശം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവരോട് തന്നെ ഞാൻ പറയും. നിങ്ങൾ ആരാണെന്ന് ഞാൻ നോക്കില്ല, ആരാണെങ്കിലും പ്രശ്നമില്ല, എനിക്ക് പറയാനുള്ളത് പറയും. ഇത് മോശമായി പോയിന്ന് ഞാൻ പറയും. അത് മാറ്റാൻ പറ്റിയിട്ടില്ല. പിങ്കി എപ്പോഴും പിങ്കിയുടെ ഉപദേശത്തിൽ ഏറ്റവും എന്താണ് ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, കൊച്ചൊന്നും പറയണ്ട. അപ്പൊ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെങ്കിലും പിങ്കി നിതിന്റെ അടുത്തൊക്കെ പറയും, അനുവിന്റെ അടുത്ത് പറയണ്ട, അനുവിന്റെ അടുത്ത് പറയണ്ടെന്ന് ചിരിച്ച് ചെയ്യണ്ട, അറിയാം, പറയണ്ടേട്ടോ, അനുവിന്റെ അടുത്ത് പറയണ്ടേട്ടോ എന്ന് പറയും. പക്ഷെ എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞിട്ടും നമ്മൾ പറയും. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അനുവിനെ എവിടെയാ കാണുന്നത്? ലൈക്ക് where do you see yourself after 10? ഞാൻ സമ്മൂഞ്ചേരിയിലെ വീട്ടില് അവിടെ തന്നെ. ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂവിന് കല്യാണക്കാരി എന്തോ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു 34 വയസ്സായില്ലേ. നോർമലി എല്ലാ കുട്ടികളും 23 വയസ്സൊക്കെ ആകുമ്പോൾ 23 വർഷത്തെ നമ്മുടെ വീട്ടിലെ ഓർമ്മകളൊക്കെ അവിടെ വെച്ച് കെട്ടി പെട്ടി പാക്ക് ചെയ്ത് വേറൊരിടത്തേക്ക് പോകും. ഞാൻ വീണ്ടും ഒരു 10-11 വർഷം ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തു. അതുകൊണ്ട് ഇനി എനിക്ക് ഇവിടുന്ന് പോകുന്നത് തിരിച്ചു പോകത്തില്ല. പെട്ടി ആരടുത്ത് ഇങ്ങോട്ടേക്ക് വരുന്നോ ഞാൻ അവിടെ നിൽക്കാം എന്നുള്ളതാണ്. ആരെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഞാൻ പുതിയ റൂം കെട്ടിക്കൊടുക്കാം, അവിടെ നിന്നോളൂ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് തന്നെ മനസ്സിൽ വിചാരിക്കണേ, 10 വർഷമല്ല ഇനി 15 വർഷം കഴിഞ്ഞാലും നിനക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കവുഞ്ചേരിയിലേക്ക്, നമ്പറൊക്കെ മാറിയാലും ഞാൻ അവിടെ തന്നെ കാണുന്നു. കവുഞ്ചേരി വന്ന് അനുശ്രീയുടെ വീട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ പ്രൊഫഷണലി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. കാരണം ഞാൻ എല്ലാ മാസവും സിനിമ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല. ആ ഒരു 2 സിനിമ ചെയ്താലും എനിക്കൊരു വർഷം എന്തായാലും ആ പൈസയും കൊണ്ട് എനിക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. 100 രൂപ ഉള്ളെങ്കിൽ അതനുസരിച്ച് ജീവിക്കാനും 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ അതനുസരിച്ച് അടിച്ചു പൊളിക്കാനും എനിക്ക് നന്നേ അറിയാം. 100 രൂപ ഉള്ളെന്നുണ്ടെങ്കിൽ ഞാൻ തട്ടുകടയിൽ പോയി ഒരു ദോശ കൊണ്ട് ഞാൻ നിൽക്കും. അപ്പം അതുകൊണ്ട് ഒരിക്കലും സിനിമാ താരം ആയി എന്ന് കരുതിയിട്ട് എൻ്റെ ഒരു വേ ഓഫ് ലിവിങ് സ്റ്റൈൽ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഗ്രാൻഡ് ആക്കിയിട്ടൊന്നുമില്ല. ഞാൻ അവിടെയും കിടക്കും ഇവിടെയും കിടക്കും. നമ്മൾ പണ്ട് സ്വാസികനെ പറയില്ലേ, എവിടെ കൊണ്ടിട്ടാലും ഇവളെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ചോദിക്കാറില്ലേ, അതേപോലെ എനിക്ക് ചെല്ലുമ്പോൾ ഇന്ന് തറയിൽ കിടക്കാനായുള്ളൂ അവസ്ഥയെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് ചെയ്യാൻ എനിക്ക് ഒരു മടിയില്ല. പണ്ട് ഇഷ്ടംപോലെ വട്ടം തറയിൽ കിടന്നിട്ടുണ്ട് വീട്ടിലാണെങ്കിലും. കട്ടിലില്ലാത്തതുകൊണ്ടല്ല കേട്ടോ, അല്ലാണ്ട്. ഇനി അതല്ല, ഏറ്റവും ലക്ഷറിയസ് റൂമിലാണെങ്കിലും ഞാനത് എൻജോയ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് അയ്യോ ഞാൻ ഇനി എന്തെങ്കിലും ഈ ലെവലിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമോ എന്നുള്ളൊരു പേടി എന്നെ ലെവലേശം എനിക്ക് ഇല്ല. അപ്പം അതുകൊണ്ട് 10 വർഷം കഴിഞ്ഞാലും ഞാൻ 1 വർഷമല്ല 2 വർഷം ഇടയ്ക്കൊരു മൂവി കിട്ടിയാലും ഞാനത് ചെയ്യും. അതെൻ്റെ പാഷനാണ്. ഞാൻ ചെയ്ത് സിനിമയിൽ വന്നതിന് ശേഷം ക്യാരക്ടേഴ്സ് ചെയ്ത് എനിക്ക് ഉണ്ടാക്കിയെടുത്ത പാഷനാണ്. അല്ലാണ്ട് ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്ത് സിനിമയിൽ വന്ന് കഷ്ടപ്പെട്ട് വന്നു അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഞാൻ സിനിമേനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ഞാൻ സിനിമ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ അത് ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഈ പറയണ പോലെ എന്തോരം ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാലും ഞാൻ അത് ചെയ്യാൻ എനിക്കുള്ളൊരു മനസ്സും എനിക്ക് ഉണ്ട്. ഞാൻ പിന്നെ എപ്പോഴും പറയും, എനിക്ക് നായിക മാത്രമേ ആകുള്ളൂ എന്ന് ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ആദ്യത്തെ സിനിമ കഴിഞ്ഞ് ചന്ദ്രേട്ടൻ ചെയ്യണ ആ സമയത്ത് പോലും ഞാൻ 5-6 വയസ്സുള്ള കുട്ടിയുടെ അമ്മയായിട്ടാണ് ഞാൻ ചെയ്തിരിക്കണത്. ഒരു പക്ഷേ ആ സമയത്ത് നായികമാരായിട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുമോ എന്ന് പോലും അറിയില്ല എനിക്ക്. അയ്യോ കുട്ടിയോ എന്ന് പറയുമ്പോഴത്തേക്ക് മേ ബി ഇപ്പോഴെനിക്കാണ് ആ കൺസേൺ വന്നിട്ടുള്ളത്. ഇപ്പൊ കൊച്ചോ, എനിക്ക് കൊച്ചോ ഒന്നും വേണ്ട. അത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് കൊച്ച്, എൻ്റെ കൂടെയുള്ളവർക്ക് കൊച്ചില്ല, അപ്പൊ എനിക്കും കൊച്ച് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേണോ എന്നുള്ളൊരു സാധനമൊക്കെ ചുമ്മാ അതും ഈ നമുക്ക് ഫ്രീഡം ഉള്ളവരെടുത്തിട്ടോ ഞാൻ ചോദിക്കുള്ളൂ. പക്ഷെ ആ സമയത്തും ഞാൻ വന്ന സമയത്തും ഡയമണ്ട് നെക്ലേസിലാണെങ്കിലും ഞാൻ ഭാര്യയായിട്ടാണ് ആദ്യം വരുന്നത്. ചന്ദ്രേട്ടൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ 5-6 വയസ്സുള്ള മകൻ്റെ അമ്മയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അന്നും ഞാൻ ഒരിക്കലും അത് കഴിഞ്ഞ് ലെഫ്റ്റ് ആണെങ്കിൽ പോലും അതിൽ ശ്രീജിത്തേട്ടൻ്റെ വൈഫായിട്ട് വളരെ ചെറിയൊരു ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അന്നും ഇന്നും ഒരിക്കലും ഞാൻ നായികയായിട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വന്ന സമയത്തെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നായിക ചേച്ചിയാവും, ചേച്ചി അമ്മയാവും, അമ്മ അമ്മൂമ്മയാവും, ചേട്ടത്തി അമ്മയാവും. ഇത് പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇൻഡസ്ട്രിന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് അത് വെച്ച് വിഷ്വലൈസ് ചെയ്ത് ഞാൻ പറയും എനിക്ക് സുകുമാരി അമ്മേനെയും KP ലളിത ആൻറ്റീനെയും ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കൂടെ 2 വട്ടം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, 2 പേരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുകുമാരി അമ്മ ആ സമയത്ത് വന്ന്
ചെയ്യുന്നത് ഞാൻ കാണുമ്പോഴത്തേക്കും എന്ത് അടിപൊളിയാണ്, ആ ഏജിൽ അവരിങ്ങനെ പോയി ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ലളിതാന്റിയുടെ കൂടെ അഭിനയിക്കുമ്പോഴും ചന്ദ്രേട്ടനിൽ ചെയ്തിട്ടുണ്ട്, പുള്ളിപ്പുലിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ആണെങ്കിലും ഓക്കെ എനിക്കും ഇങ്ങനെ, അപ്പൊ ആന്റി നടന്നു വരുന്നത് ഈ കാലിന്റെ ഒക്കെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടാണ് ആന്റി വരിക. പക്ഷെ അവരുടെ ഒന്നും ഈ വയ്യായ്മ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. രാവിലെ അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ റൂമിലേക്ക് വരുന്ന നടക്കുന്നതും ആക്ഷൻ കഴിഞ്ഞാൽ അവര് നടക്കുന്നതും തമ്മിലുള്ള എനർജി എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ അത് കണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്കിതേപോലെ നടക്കാൻ പറ്റുന്ന സമയത്തോളം സിനിമയിൽ. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഇപ്പൊ സുകുമാരി അമ്മയും KPS ലളിത ആന്റിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ എന്ത് ക്യാരക്ടർ ചെയ്യുന്നു ഞാൻ ആലോചിക്കും. ഇല്ലല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എൻ്റെ ആ ഒരു സംഭവം നടക്കുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. ഇനി പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് സിനിമയുടെ രീതി വീണ്ടും പഴയതുപോലെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ കാണാം. ഇൻഡസ്ട്രിയിലുള്ള കണ്ടംപററീസിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഇന്ന ആള് കൊള്ളാം അങ്ങനെ തോന്നിയിട്ടുള്ളത് ആരാ? ഈശ്വര, അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഭയങ്കര രസമുണ്ടല്ലോ അങ്ങനെ റീസെന്റ്ലിയോ കുറച്ച്? അങ്ങനല്ല, കുറേ ആൾക്കാരുടെ ടൊവിനോനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഹാർഡ് വർക്കിംഗ് ആണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം അത് ഫിസിക് വൈസ് ആണെങ്കിലും ARM ഒക്കെ ആണെങ്കിലും മിന്നൽ മുരളിയൊക്കെ ആണെങ്കിലും ഓക്കെ സിനിമേന്റെ ഒരു മേക്കിംഗ് അതിനകത്തുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാന്റസി കൈൻഡ് ഓഫ് ഒരു സാധനം അതിനകത്ത് ഉണ്ടെങ്കിലും അതില് ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു കളറി കൈൻഡ് ഓഫ് സാധനങ്ങൾ, ആ ഒരു മെയ്വഴക്കം അവര് ഇന്ന് വരെ വീട്ടിലിരുന്നിട്ട് നാളെ അഭിനയിക്കാൻ വന്ന ഉണ്ടാവില്ല. അവരതിനു വേണ്ടി നമ്മളറിയാത്ത എത്രയോ ദിവസങ്ങൾ ഉള്ളൊരു പ്രിപ്പറേഷൻ അതിന്റെ ബാക്കിൽ അവരുണ്ട്. അപ്പം ടൊവിന്റെ കാര്യത്തിൽ, പുള്ളിക്കാരന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ക്യാരക്ടറിന് വേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് വില്ലിങ് ആണ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ ഞാനൊക്കെ അത് വിചാരിക്കും. കളരിയൊക്കെ ഞാൻ ആ ARM കണ്ടപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞ ഒരു കുതിരയിൽ നിന്ന് ഇങ്ങനെ ഓടിയിട്ട് വരണതും ചാടി ഇറങ്ങിയിട്ടുള്ളൊരു സാധനമൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അയ്യോ അത് അടിപൊളി. അത് വെറുതെ അങ്ങനെ ഒരു കുതിരയുടെ കൂടെ നമുക്ക് അങ്ങോട്ട് ഓടിച്ചെന്നാൽ ചാടി കയറാൻ പറ്റും, ഇവിടെ നന്നായിരിക്കും. അപ്പൊ അവരെത്ര ദിവസം കൊണ്ടായിരിക്കും അത് ചെയ്തത് എന്നുള്ളൊരു സംഭവം. അങ്ങനത്തെ ഒരു ഹാർഡ് വർക്കിംഗ് കാര്യമായിട്ട് എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ യു ഇൻ യു എന്നാണ് നമ്മുടെ ഷോന്റെ പേര്. അപ്പം അനുവിനോട് ഞാൻ ചോദിച്ചാൽ അനുവിന്റെ ഉള്ളിലൊരു അനു ഉണ്ടാവുമല്ലോ, ചിലപ്പം കുറച്ച് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ എല്ലാവർക്കും അറിയണതായിരിക്കും, പക്ഷെ എനിക്ക് അറിയാവുന്നത്ര ഇച്ചിരി ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുവാണെങ്കിൽ എന്തായിരിക്കും പറയാ? എൻ്റെ ഉള്ളിലെ ആളെന്താ, ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്ന ഒരു ആളാണ് ഞാൻ. എൻ്റെ അടുത്ത് ആൾക്കാർ ഈ എന്താ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും അവരുമായിട്ട് എല്ലാം ഇമോഷണലി അറ്റാച്ച്ഡ് ആവും. ഈ പറഞ്ഞ ഓക്കെ നമ്മുടെ കൂടെ 2 മാസമേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇമോഷണലി കയറി അവരുടെ അടുത്ത് എല്ലാ കാര്യത്തിലും കാര്യം നമ്മൾ ഇൻവോൾവ് ചെയ്ത് പറയുമ്പോൾ എൻ്റെ ബാക്കി കൂട്ടുകാർ പറയും ഈ 2 മാസം മുമ്പ് അറിയുന്ന ആളല്ലേ, കുറച്ച് പതുക്കിയൊക്കെ പോരെ എന്ന് ചോദിക്കും. പക്ഷെ എൻ്റെ മനസ്സിലത് ഇല്ല, ഇത് ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവാൻ പോകുന്ന ആളുണ്ടെങ്കിലായിരിക്കും ഞാൻ ചിലപ്പം കയറി ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവിടെ കൊടുക്കുക. അപ്പോൾ ചില സമയങ്ങളിൽ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷെ പേഴ്സണലി ഞാൻ പറയുമ്പോൾ ഞാൻ ഇമോഷന് ഭയങ്കര പ്രാധാന്യം കൊടുക്കും. അത് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പൊടി തട്ടി പോവുകയും ചെയ്യുമായിരിക്കും, നമ്മളിവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അതായിരിക്കും മോസ്റ്റ്ലി കുറെ വർഷം മുമ്പ് വരെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ അതിൽ കുറച്ച് മെച്ചപ്പെട്ടു. അപ്പോൾ അതായിരിക്കും പറയാം, നമ്മൾ എത്ര ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആളാണെങ്കിലും എത്ര ബോൾഡാന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ ബോൾഡായിട്ടുള്ളതൊക്കെ മേ ബി നമുക്ക് കുറച്ച് നമ്മൾ ബോൾഡായിട്ട് നിന്ന് കാണിക്കണം. ഇപ്പൊ ഈ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ സിനിമയിൽ വന്നിട്ട് എന്താ നമ്മൾ പഠിച്ചതെന്ന് ചോദിക്കണത്, നമ്മൾ അവിടെ അങ്ങനെ നിന്നേ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. നമ്മളത് പ്രൊഫഷണലി ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോൾഡായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. നമ്മൾ അങ്ങനെ അല്ല, അത് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ഒരു സാധനം ജീവിയാണ്. എൻ്റെ ഈ കൂടെ ഉള്ള ആൾക്കാർ ഒരു ഹേർട്ട് ചെയ്യുന്ന ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തീർന്നു, അതോടുകൂടി എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവുന്ന ഒരാളാണ് ഞാൻ. വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു അത് എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഒത്തിരി സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയും അമ്മയോളം ഇഷ്ടം എന്ന് ഞാൻ പറയും, എൻ്റെ വളരെ പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്ത്. അപ്പൊ അവർ പറയും നിന്റെ ആ സെന്റൻസ് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം നീ ഞങ്ങളെ എത്ര വലുതായിട്ടാണ് കാണുന്നത്, കാരണം എൻ്റെ അമ്മേൻ്റെ അപ്പുറത്ത് എനിക്ക് ഒന്നുമില്ല. അപ്പം അനു ഇങ്ങനെ അമ്മയോളം ഇഷ്ടം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നുമില്ല, നിന്റെ ആ മെസ്സേജ് കാണാൻ ഇഷ്ടമാന്ന് പറയും. അപ്പോൾ അത്രത്തോളം ഈ എന്താ
മുഖച്ചട്ടയും ഫേസിലിട്ടിരിക്കുന്ന ഇതൊക്കെ മാറി ചെന്ന് കഴിഞ്ഞാൽ അങ്ങ് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്. അയ്യോ ആളാണ്. അത് സജിത്തും സുജിത്തും ഒക്കെ പറയും ചിലപ്പോ ഇങ്ങനെ സങ്കടമായ കാര്യങ്ങൾ, എടാ എനിക്ക് നിന്നെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് സലൂണിൽ പോയിട്ട് നീ അങ്ങ് വാ 3rd ഫ്ലോറിലോട്ടോ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിതിങ്ങനെ കാര്യം പറയുമ്പോഴത്തേക്ക് പകുതി എത്തുമ്പോഴേ കരയും. അപ്പൊ അവന്മാര് പറയും നീ ഇങ്ങനെ ആയാലും എങ്ങനെയാനോ എന്ന് പറയും. ഞാൻ പറയും പിന്നെ എനിക്ക് എവിടെയെങ്കിലും പോയിരുന്ന് കരയുണ്ട്. അപ്പൊ കരയുമ്പോ എനിക്ക് ആശ്വസിപ്പിക്കാൻ ആള് വേണം, ഇല്ലെങ്കിൽ എനിക്ക് വില്ലിരുന്ന് കരഞ്ഞാൽ മതി. ആരും കാണില്ല വീട്ടിലിരുന്ന് കരഞ്ഞാ. കൊച്ചിയിലെ വീട്ടിൽ ആരുമില്ല, തന്നെ ഇരുന്ന് ഇഷ്ടം പോലെ 3 റൂമിൽ മാറി മാറി ഇരുന്ന് കരയാം. പക്ഷെ അപ്പൊ എനിക്ക് സപ്പോർട്ട് വേണം, അല്ലാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പൊ ഞാൻ കരയണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടുകാരെ സപ്പോർട്ട് വേണം. അതാണ് വാസ്തവം. യെസ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇത്രയും സമയം ഇത്രയും ഓപ്പൺ അപ്പ് ചെയ്ത് നമ്മളെടുത്ത് സംസാരിച്ചതിന്. അപ്പൊ 10 വർഷം 20 വർഷം 50 വർഷം ഒക്കെ കഴിഞ്ഞാലും കമുകുഞ്ചേരിയിലെ വീട്ടിലും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയിലും ഉണ്ടാവട്ടെ. അതെ, ഡോണ്ട് ചേഞ്ച്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. എല്ലാ ആശംസ. താങ്ക് യു.